നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ വിശാഖം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. വിശാഖ നക്ഷത്രം എന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാക്കൂറിലാണ്. ബാക്കി 15 നാഴികയാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. അപ്പോൾ തുലാക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ 12-ാം തീയതി വരെ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലും അതിനുശേഷം ബുധനോട് യോഗം ചെയ്ത് മിഥുനൻ രാശിയിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ബുധശുക്ര യോഗമുണ്ട്. ഭാഗ്യസ്ഥാനത്താണ് ചന്ദ്രലഗ്നാധിപതി നിൽക്കുന്നത്. ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. മാത്രമല്ല പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിവർത്തി സ്ഥാനാധിപതി ബലവാനായി നിൽക്കുന്നത് കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള യോഗം ഉള്ള ഒരു സമയമാണ്. ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും രണേഷ് വിജയി എന്നാണ്. എന്ത് യുദ്ധം ചെയ്ത് ജീവിതത്തിൽ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യുക, എന്നിട്ട് നിർഭവല്ലവശ രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണമുള്ളത് കാരണം കൊണ്ട് വളരെ ആക്റ്റീവ് ആകുകയും എല്ലാ കാര്യത്തിനും ഉത്സാഹം വർദ്ധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ടെങ്കിലും ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്കാണ് പോയി നിൽക്കുന്നത്. അഷ്ടമ വ്യാഴം എന്ന് പറയുമ്പോൾ അഷ്ടമേ ഹരദോബാലി എന്ന തൻ്റേതല്ലാത്ത കുറ്റം കാരണം കൊണ്ട് ദൈവാധീനക്കുറവ് കൊണ്ട് പല തടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയും വിശാഖ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, ശത്രുസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുകയും ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് അഷ്ടമത്തിലേക്ക് സഹായ സ്ഥാനാധിപതി മാറുകയും ചെയ്യുന്ന കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികളൊക്കെ അകന്നു പോകാനിട വരികയും അവരുടെ ഭാഗത്തുനിന്നുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങൾക്ക് തടസ്സം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ, നിരാശ പോലെയുള്ള കാര്യങ്ങളും അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല 12-ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് കാൽപാദത്തിന് വേദന, അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ ഈ ചെലവ് വർധനവ്, അനാവശ്യ ചെലവ് പോലെയുള്ള കാര്യങ്ങളും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്കും പരിഹാരം വന്നാൽ ദൈവാധീനം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള യഥാശക്തി വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ഭാഗ്യാധിപഷ്ട ഭാവേഷു അശുഭ ഭാവപുഷ, ഭാഗ്യാധിപതി ആരോട് ചേർന്നാലും ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് പുഷ്ടിയെ അനുകൂലമായിട്ട് കൊടുക്കും എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ലഗ്നാധിപതി ഭാഗ്യ സ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട്. ലഗ്നാധിപതിക്ക് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുണ്ട്, നിപുണായോഗമുണ്ട്. ലാഭാധിപതി ഒരു ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വരുമാനം വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. ചിലവ് വർദ്ധിക്കുമെങ്കിൽ അതിനോടൊപ്പം തന്നെ വരുമാനവും വർദ്ധിക്കാൻ യോഗമുള്ള കാരണം കൊണ്ട് ചിലവിൻ്റെ കാര്യത്തിലും ഒരു വരുമാനത്തിൻ്റെ കാര്യത്തിലും വലിയൊരു പ്രശ്നങ്ങളില്ലാതെ ഈക്വലായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ കുറച്ച് പോസിറ്റീവായിട്ടുള്ളൊരു നിരാശ പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് പോയാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. 12-ാം ഭാവത്തിൽ കേതു നിൽക്കുന്ന കാരണം കൊണ്ട് കാൽപാദത്തിന് വേദന, അനാവശ്യ ചെലവ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങളുള്ളത് കാരണം കൊണ്ട് ചിലവ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നതും ശത്രുദോഷ പരിഹാരം വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളും ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തുകയും ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ച, അതായത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ദൈവാധീനം നല്ല രീതിയിലുണ്ട്. ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തുലാക്കൂറുകാരെ കുറച്ചുകൂടി അനുകൂലമായിട്ട് അനുഭവപ്പെടാനായിട്ട് യോഗമുണ്ട്. മാത്രമല്ല വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നത് കാരണം കൊണ്ട് കീർത്തി കേൾക്കാനും 4 പേർ അറിയപ്പെടാനും യോഗമുണ്ട്. എങ്കിലും നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലാണ്, കർമാധിപതി അഷ്ടമത്തിലാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നല്ല രീതിയിലുള്ള പരിഹാരം ചെയ്താൽ ഈ മാസം വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.